കേസ് വളച്ചൊടിച്ച് താങ്കളത് തന്നെ പ്രതിയാക്കുന്ന രീതിയിലേക്കാണോ? ഉണ്ടാവും. അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവും. കറക്റ്റാണല്ലേ? കറക്റ്റാ. പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. അപ്പോൾ ഇവർ മാക്സിമം എന്നെ ദ്രോഹിക്കുക, എന്നെ കുറ്റവാളിയാക്കി അങ്ങനെ ചിത്രീകരിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിവരദോഷികളും വകതിരിവില്ലാത്തവരുമൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നാൽ ഇങ്ങനെ പല വിഡ്ഢിത്തങ്ങളും ചെയ്യും. ഇപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് ചിലപ്പോൾ സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ച് സമ്മതിപ്പിച്ചിട്ട് ഇനി പറയും ഈ പ്രതി ഇവിടെ ഇരുന്ന് മരിച്ചു പോയെന്നോ അല്ലെങ്കിൽ തൂങ്ങിച്ചത്തെന്നോ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. അതൊക്കെ ഈ പി ശശിയുടെ നാടൻ ശൈലിയല്ലോ. തൂങ്ങിച്ചത്തെന്നോ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും. അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു മാസത്തിന് ഇടയ്ക്ക് എൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കാനല്ലാതെ അവരെ പിടിക്കാനോ ആ വണ്ടി റിക്കവർ ചെയ്യാനോ ആ പ്രതികളെ പിടിക്കാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ ആ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിഞ്ഞു പോയാൽ മതി എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥ. അതായത് നമുക്ക് അറിയാം സാധാരണപ്പെട്ട ജനങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് അന്വേഷണം കറക്റ്റ് അല്ല. കേസിന് വല്ല പുരോഗതി ഉണ്ടോ? അത് പറ. കേസ് വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. ഒരു മാസമായിട്ട് നിങ്ങൾ ജോലിയിലല്ലേ? ഇല്ല ഒരു ജോലിക്കും പോകാൻ പറ്റില്ല. അച്ഛൻ്റെ ഇതിലാണ് മുന്നോട്ട് പോകുന്നത്. സമാധാനമായി. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടതാ. അപ്പം ഒരിതുമില്ല. അപ്പം ഞാനിനി KSRTCക്കോ അല്ലെങ്കിൽ നേരോ ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് ചിലവിന് തരേണ്ട അവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? അങ്ങനെ തരാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇവർ കാരണമല്ലേ ഞാൻ ഈ ഗതിയായ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അവരെ ക്യാമറയിൽ തന്നെ കിട്ടും. ആ CCTV ക്യാമറയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് MLA കയറുന്ന വരെ വീഡിയോ കിട്ടും. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. അതിലാണ് നിങ്ങളുടെ സുരക്ഷ. ഈ ഒരു മിനിറ്റ് വരെ ആദ്യ ദിവസത്തെ പ്രതികരണമല്ലാതെ മേയർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതേയില്ല. സച്ചിൻ ദേവും പ്രതികരിക്കുന്നില്ല. ഇത് എൻ്റെ ഏരിയ ആണ്. എനിക്കിവിടെ വേറെയും കളികളുണ്ട്. തൻ്റെ ഡീല് മാത്രമല്ല എൻ്റെ തലയ്ക്കകത്ത്. താൻ അതൊന്നും മനസ്സിലാക്കുക. പ്രതികരിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വായിന്ന് അറിയാതെ വിഴുന്ന് പോയി കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടി അബദ്ധമാവുമായിട്ടാണ് ഇവർ ഈ കണ്ടക്ടർ ഉൾപ്പെടെ മിണ്ടാതിരിക്കുന്നത്. ഏറ്റവും നല്ലത് ഒരു നിമിഷം വൈകാതെ രാജിവെച്ച് പോകുന്നത്. എന്ത് ആംഗ്യമാണ് കാണിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചു. ഇങ്ങനെ കാണിക്കുന്നത് ഒരു ആംഗ്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൈകൊണ്ട് ഈ ഒരു ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാളി. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ.